ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുരേഷ് പരടിയാട്ടിൽ. എൻ്റെ ലാസ്റ്റ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നു, നല്ല രീതിയിൽ ജീവിക്കുക, അധികം അസുഖങ്ങളൊന്നും ഇല്ലാതെ ജീവിക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം എന്താണ്? ഒരു 45 വയസ്സ് കഴിഞ്ഞാൽ ഷുഗർ വരുന്നു, കൊളസ്ട്രോൾ വരുന്നു, BP വരുന്നു. ഇതൊന്നുമില്ലാതെ നമുക്ക് ജീവിക്കാൻ വളരെ ഈസിയാണ്. ഒരു മരുന്നും വേണ്ട, ഒന്നും വേണ്ട. അഥവാ ആർക്കെങ്കിലും ഷുഗർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു എക്സസൈസ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കുക. ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണ്? ഒരു ദിവസം നമുക്ക് ഏകദേശം ഒരു 2000 കലോറി വരെ ആവാം. ഇപ്പോൾ ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1700 വരെ, 1500 മുതൽ 1700 വരെ മതി. ജെൻസ് ഒരു 2000 കലോറി. പക്ഷേ ഈ 2000 കലോറി നമുക്ക് എങ്ങനെയെങ്കിലും കിട്ടും. നമ്മൾ കുറേ ചോറ് കഴിക്കുന്നു, കുറേ ചപ്പാത്തി കഴിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങൾ കഴിക്കുന്നു, ചിക്കൻ വറുത്തത് കഴിക്കുന്നു, മീൻ വറുത്തത് കഴിക്കുന്നു. മലയാളികൾക്ക് എപ്പോഴും വളരെ ടേസ്റ്റി ഭക്ഷണമാണ് ആവശ്യം. എനിക്കും അതുതന്നെ ആവശ്യം. പക്ഷേ ഞാനിപ്പോൾ 4-5 വർഷമായിട്ട് ഇതെല്ലാം കൺട്രോൾ ചെയ്തു. ആവശ്യമുണ്ടെങ്കിൽ ഒരു കഷ്ണം മീൻ വറുത്ത് കഴിക്കും, ടേസ്റ്റിന് വേണ്ടിയിട്ട്. അല്ലാതെ സാധാരണ ഞാൻ വെച്ച മീനെ കഴിക്കാറുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ കലോറി എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ കിട്ടുന്നുണ്ടോ, നമുക്ക് ആവശ്യമുള്ള ഫാറ്റ് കിട്ടുന്നുണ്ടോ, നമുക്ക് ആവശ്യമുള്ള ഫൈബർ കിട്ടുന്നുണ്ടോ, നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ടോ. കാരണം ഇത് 4 നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് എത്രയാണ് നമുക്ക് വേണ്ടത്, നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് അത്രയും നമ്മുടെ ശരീരത്തിലേക്ക് ഇൻടേക്ക് എടുക്കാൻ നോക്കുക. അത് നമുക്ക് വളരെ നിസ്സാരമാണ്. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ഏതെല്ലാം ഫുഡുകളാണ് നല്ലത്. ഈ ഫുഡിലെ GI, അതായത് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. അത് നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ കയറി ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലുള്ള ഫുഡുകളെ കുറിച്ച് അറിയാം. നമ്മളെപ്പോഴും ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവുള്ള ഫുഡുകൾ കഴിക്കുക. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ശരീരത്തിൽ കൂടുതൽ കയറില്ല. അപ്പോൾ നമുക്ക് ഷുഗറിൻ്റെ പ്രശ്നം വരില്ല. ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർക്ക് ഇത് നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഷുഗർ ബാലൻസ്ഡ് ആവും. കൂടെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് യാതൊരു വിഷയമില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് മുതൽ ഞാൻ പറയും, നിങ്ങൾക്ക് എത്ര പ്രോട്ടീൻ വേണം, എത്ര ഫാറ്റ് വേണം, എത്ര കാർബോഹൈഡ്രേറ്റ് വേണം, ഫൈബർ വേണം, അതിൻ്റെ ഫുഡുകൾ എന്തൊക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളൊരു ചാർട്ട് ഉണ്ടാക്കി നിങ്ങൾ ചെറുതായിട്ടൊന്ന് നിങ്ങൾ സ്വന്തമായിട്ട് ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കും. നിങ്ങളതനുസരിച്ച് ജീവിക്കും, യാതൊരു പ്രശ്നവുമില്ല. ഓക്കെ, ബൈ.